38, 37, 43. ഏറ്റവും ചേർന്നാണ് നമ്മുടെ അടുത്ത ഇവിടെ ഇങ്ങോട്ടുള്ള സെന്റർ. നമ്മൾ 78 പ്ലസ് 37 പ്ലസ് 43 158 ഇതിന്റെ ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ എക്സ് 158 വൈ 18 എന്നൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വേണ്ട എക്സ് -158 വൈ 18 ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിന് വേറെ ഓപ്ഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ചിട്ട് ഒരു ലൈൻ ഇവിടുന്ന് ക്രോസ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത അതേ ഓഫ്സെറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു ഓഫ്സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതെടുത്തിട്ട് ഓഫ്സെറ്റ് മേളിലേക്ക് 18. ഓക്കെ, ഇവിടുന്ന് ഓഫ്സെറ്റ് ഇങ്ങോട്ട് 158 നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടോ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇന്റർസെക്ഷനിൽ ഒരു സർക്കിള്, നമുക്ക് ഈ ഡയമീറ്ററിലുള്ള ഒരു സർക്കിള് ഇവിടെ എത്രയാണ് ഈ സർക്കിൾ പറഞ്ഞിരിക്കുന്നത് 34 അല്ല 52. ഇതിന്റെ ഔട്ടർ ഡയമീറ്റർ എന്നുള്ളത് 52. ഓക്കെ, അപ്പൊ അതിനൊക്കെ മനസ്സിലാക്കാം. ഇത് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ എടുത്തിട്ട് ഇവിടെ നമുക്ക് 52 അപ്പൊ രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് പോയിന്റ് പറഞ്ഞിട്ട് ഈ പോയിന്റ് പിക്ക് ചെയ്യാം, എന്നിട്ട് അതിനൊരു സെന്റർ വയ്ക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് ലൈൻ വരച്ച് ഇങ്ങോട്ട് ഓഫ്സെറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിന് വരയ്ക്കാം. അപ്പൊ ഈ പോയിന്റ് ചിലപ്പോൾ നമുക്കൊരു പോയിന്റ് ഉള്ളതുകൊണ്ടാണ് നേരത്തെ വരയ്ക്കാൻ നമുക്ക് കിട്ടിയത്. ഒരു പോയിന്റ് ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റർ പോയിന്റ് ആണ്. നമുക്ക് വെറുതെ ഒരു സർക്കിൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരച്ചാൽ നമുക്ക് കിട്ടില്ല. അപ്പൊ ഇതിന് ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടണം. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് പോയിന്റിന് അതായത് സർക്കിൾ സെലക്ഷൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇന്റർസെക്ഷൻ പോയിന്റ്, അതായത് നമുക്ക് ഇവിടെയല്ല വേണ്ടത്, ഈ എൻഡിലല്ല വേണ്ടത്, ഇതിന്റെ തമ്മിലുള്ള മിഡ് പോയിന്റ് 18 ഉള്ള ആ ഒരു മിഡ് പോയിന്റ് ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോയിന്റ് എടുക്കുക, ഇന്റർസെക്ഷൻ എടുക്കുക, ഈ ലൈൻ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ കൊടുക്കുക. ഇനി ഇന്റർസെക്ഷൻ എടുക്കാൻ കഴിയില്ല, നമുക്ക് ഇവിടുന്ന് ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കൊരു ഡിവൈഡ് എടുത്തിട്ട് ഇത് വേണം കൃത്യം ഒരു പോയിന്റ് കിട്ടും കേട്ടോ. അപ്പോഴും നമുക്ക് വേണമെങ്കിൽ സർക്കിൾ ഈ എൻഡ് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ആർക്ക് എടുക്കുക, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആർക്ക് എൻഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രയാണോ ഡയമീറ്റർ നോക്കുക 52 ആ ഡയമീറ്റർ കൊടുക്കുക 52. ഈ ഡയമീറ്ററായി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ബോൾട്ട് സർക്കിൾ. ഇന്നലെ നമ്മളൊരു ബോൾട്ട് സർക്കിളിന്റെ ഒരു ഇത് കണ്ടായിരുന്നു. അപ്പം അതിന്റെ സർക്കിൾ ഡയമീറ്റർ ചെക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് 4 ബോൾട്ട്, അതായത് 34 എന്ന് പറയുന്ന ഒരു ഡയക്കകത്താണ് അതിന്റെ സർക്കിൾ ഡയമീറ്റർ 8ന്റെ 4 ഹോൾസ്, അതായത് 34 ഡയമീറ്ററിൽ 8 ഡയമീറ്റർ 4 ഹോൾ. അവൻ ഇവിടുന്നോട്ട് പിടിയായിരുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. വെട്ടം വന്നപ്പോ പിടി നിർത്തി. പിന്നെ അവിടെ അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഡയമീറ്റർ പറഞ്ഞു കൊടുക്കുക, അതായത് 34 ഡയമീറ്റർ പറഞ്ഞു കൊടുക്കുക. 34 എത്ര ഹോളാണ് വേണ്ടത്? 4 ഹോള്. ഈ ഹോളിന്റെ പൊസിഷൻ നോക്കി കേട്ടോ, 90 ഡിഗ്രി ഇങ്ങനെയാണ് ഈ ഹോളിന്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഡ്രോയിങ്ങിൽ എങ്ങനെയാണ് വേണ്ടത്? നേരെ തിരിഞ്ഞിട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്റ്റാർട്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞത് 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി. എടാ മൈക്ക് നോക്കിയടാ, 45 ഡിഗ്രി മനസ്സിലായോ കാണിച്ചത്? ഇപ്പൊ 0 ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഡ്രോയിങ് പ്രകാരം നമുക്ക് ഇങ്ങനെയല്ല കേട്ടോ, ഇത് 45 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് വേണ്ടത്. അപ്പൊ നമ്മളിവിടെ അതിന്റെ ആംഗിള് 45 എന്ന് കൊടുത്താൽ ആ ഡിഗ്രിയിലേക്ക് ഇത് വരും. അപ്പം പക്ഷെ ഹോളിന്റെ ഡയമീറ്റർ എത്രയാണ് നമുക്ക് വേണ്ട? 8 ആണ് ഹോളിന്റെ ഡയമീറ്റർ. ഇവിടെ ആർക്ക് ഡയമീറ്റർ 8. ഓക്കെ,
എടുത്താൽ ആ ബോർഡർ സർക്കിൾ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര വന്നിരിക്കുന്നത് സർക്കിൾ 5 ഗ്യാപ്പ് 8 നമ്മുടെ പിച്ച് സർക്കിൾ അവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ടത്, അവിടെ നിന്ന് ഇനി ഓരോ പോയിന്റ് ചെക്ക് ചെയ്യാം. അവിടെ നിന്ന് 43 എണ്ണം, അതായത് ഈ ലൈനിൽ നിന്ന് ഒരു 43 എണ്ണം ഇതൊരു ഒറിജിനൽ ലൈനിൽ നേരെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ആദ്യം ഒറിജിനൽ ലൈനിൽ നിന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് 43 എണ്ണം ഈ ആർക്കിന്റെ സെന്റർ എന്നുള്ള 43 എണ്ണമാണ്. ഓക്കെ, ആ 43 എണ്ണത്തിലേക്ക് ഒരു ലൈൻ നമുക്ക് സ്ട്രൈറ്റ് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കറങ്ങി താഴത്തേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഈ താഴത്തേക്ക് ഈ ആർക്കിന്റെ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമുക്കൊരു 2 ലൈൻ വരച്ചു കൊടുക്കാം ആദ്യം. അപ്പൊ ഇന്നലെ വർഷമുള്ള വയർ ഫ്രെയിം ലൈൻ എവിടുന്നാ വേണ്ടത്, ഈ ആർക്കിന്റെ എൻഡിൽ നിന്ന്. അങ്ങനെ നമുക്ക് ഇവിടെ ക്വാഡ്രന്റ് പോയിന്റ് എടുത്തിട്ട് ഇവിടെ ഒരു ക്വാഡ്രന്റ് പോയിന്റ് സെലക്ട് ചെയ്യാം, ഇങ്ങനെ ലൈൻ വരയ്ക്കാം. ചുമ്മാ ലൈൻ നീട്ടിയങ്ങ് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഈ ലൈൻ ഇങ്ങോട്ടായി. ഇനിയിപ്പം ഈ ലൈനിന്റെ ഇതെന്ന് പറയാനായിട്ട് ഇവിടുന്ന് 43 20 ഡിഗ്രി ഇത് ലൈനിങ്ങിന് ഓപ്പോസിറ്റ് വരുന്നില്ല. ഇത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് അസുഖമായിട്ടായാലും നമുക്കത് വരയ്ക്കാം. ഓക്കെ, അത് 43 ലെങ്ത് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇതിന് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വേണം. ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ ലൈൻ നമുക്ക് ഓൾറെഡി കിടപ്പുണ്ട്. ഈ സെന്ററിൽ നിന്നാണ് 43 വേണ്ട നമുക്ക്. അപ്പൊ നമുക്ക് ഇതിന് വേണമെങ്കിൽ ലൈൻ പാരലൽ എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് ഇങ്ങനെ 43 നമ്മൾ മാറ്റിയിട്ട് ഒരു ലൈൻ കൊടുക്കും 43. ഇനി ഇത് തന്നെ വേറെ ഓപ്ഷൻ കൊടുക്കാം, ഓഫ്സെറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാം 43. രണ്ടും സെയിം ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിന് ചെയ്യാം. ഞാനിപ്പോ ഓഫ്സെറ്റ് എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് 43. ഓക്കെ, ഇപ്പൊ 43 കൊണ്ട് നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, നമുക്കപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈൻ നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് ഓഫ്സെറ്റ് എടുക്കാം 43. ഓക്കെ, 2 കൊടുക്കാം. നമുക്ക് ഈ ഇവിടെ വെച്ച് വേണ്ട. ഓക്കെ, നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് കളയാം ഇവിടെ. അപ്പൊ 43 എന്നുള്ള ലൈൻ നമുക്ക് ഇവിടുന്നും വേണ്ട. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം മതി. എങ്ങനെ വന്നിരിക്കുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ട് ഇടാം. സെന്റർ ചെയ്താണ് 43. ഓക്കെ, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ 43ന്റെ എൻഡിലേക്ക് വിടുക. അപ്പൊ ഇവിടെ ഒരു റേഡിയസ് എന്ന് പറഞ്ഞത് R12 ആണ്. ഇനി ഇവിടെ ഈ എൻഡിലേക്കാണ് 78. ഓക്കെ, അപ്പൊ നമ്മുടെ സർക്കിളിന്റെ ഈ സെന്ററിൽ നിന്നാണ് നമുക്ക് 78. അപ്പൊ ഇവിടുന്ന് ഒരു ലൈൻ നമ്മൾ താഴോട്ട് വരച്ചിട്ട് ലൈൻ നേരെ താഴേക്ക് വരച്ച് അവിടുന്ന് ഇതിന് ഓഫ്സെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്യാം. ഓഫ്സെറ്റ് 78. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ലൈൻ പാരലൽ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, 78. ഇനി ഇത് 2 സൈഡിലേക്ക് നമുക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബോത്ത് സൈഡ് കൊടുക്കാം. അപ്പോൾ ഈ ലൈനോട് ഇങ്ങോട്ടും പോയി നമുക്ക് വേണ്ട, നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത സൈഡിലേക്ക് മാത്രം മതി 78. ഇത് തമ്മിൽ ഒരു ഡിവൈഡ് കൊടുത്ത് നമുക്ക് ലൈൻ നമുക്ക് ഇവിടെ നിർത്താം. നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഇതിന്റെ നമ്മൾ എൻഡ് നിൽക്കുകയാണ്, ഇവിടെ നിന്ന് എൻഡ് നിൽക്കുകയാണ് മിഡ് പോയിന്റ്. അപ്പൊ ഇത് തമ്മിൽ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്നൊരു ലൈൻ. ഓക്കെ, നമ്മളിവിടെ ലൈൻ വന്നു. ഓക്കെ, ഇനി ഇത് പറയുന്നത് ഈ ലൈനിൽ നിന്ന് ഇത് ലൈൻ 20 mm ഓഫ്സെറ്റ് ആണ്, പാരലാണ് ഇത് തമ്മിൽ. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ നേരത്തെ വർഷം തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇവിടുന്ന് ഇത് 20. അപ്പൊ ലൈൻ പാരൽ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് 20 കൊടുക്കാം. ഓക്കെ, 20. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേ ഓപ്ഷൻ എടുത്തിട്ട് വേണമെങ്കിൽ 20 കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ഫുള്ളായിട്ട് ചിലപ്പോൾ 20 ആണോ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഡയമെൻഷൻ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ഇത് ഫുള്ള് 20 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ 20 ഓഫ്സെറ്റ് 20 ഇത് 20. ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു ഒറ്റ ഇതിനാണോ തരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വേണം സിംഗിൾ ആയിട്ട് ഓഫ്സെറ്റ് ചെയ്തിട്ട് ട്രിം 2 എൻറ്റിറ്റീസ് 2 എൻറ്റിറ്റികൾ തമ്മിൽ ട്രിം ചെയ്യണം. ഈ ലൈൻ അപ്പൊ ഇതിനൊരു പാരലായിട്ടൊരു ഇത് വന്നിരിക്കുന്നുണ്ട്, ഷേപ്പ് വന്നു ഇവിടെ. അങ്ങനെ പാരലായിട്ടൊരു ഷേപ്പ് വന്നു. അപ്പൊ നമ്മള് ഇനി ഇതിന് നമ്മൾ വേറൊരു ഓപ്ഷൻ കൂടി നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ
ഡിലീറ്റ് ചെയ്ത വഴിയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിങ്ങനെ ഒരു ഇതായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഇത്ര ഒരു ചെയിനെ ഫുള്ളായിട്ട് ഓഫ്സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു ഓപ്ഷനാണ് ഓഫ്സെറ്റ് ചെയിൻ. ഓക്കെ, കണ്ടോ? ഇപ്പൊ ഓഫ്സെറ്റ് ചെയിൻ എടുക്കുക, റൺ ചെയ്യുക, ഏത് സൈഡിലേക്കാന്ന് പറഞ്ഞു കൊടുക്കുക. 10 എന്നുള്ളത് നമുക്ക് 20. ഓക്കെ, കണ്ടോ? അപ്പൊ ഇത് ചെയിൻ ആയിട്ട് തന്നെ നമുക്ക് സെലക്ഷൻ ആയിരിക്കും. അപ്പൊ ഓക്കെ, അതങ്ങനെ ചെയ്യുന്ന സെലക്ഷൻ ആയി. ഇനിയിപ്പോ നമുക്ക് എങ്ങോട്ടാ ഇത് ഇവിടെ ഒന്ന് മുട്ടി നിന്നു, ഇത് ഇവിടെ ഒന്ന് മുട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് മുട്ടിച്ച് നിർത്താം. നമുക്ക് പിന്നെ നമുക്ക് ഇതുമായിട്ടൊരു ഫില്ലറ്റ് കൊടുത്ത് ഇങ്ങനെ ഒരു ജോയിന്റ് കൊടുക്കാം. നമുക്ക് ഇങ്ങോട്ട് ഇത് വേണ്ട. അപ്പൊ നമ്മൾ മുമ്പത്തെ ഒരു ഓപ്ഷൻ എന്താണ്, ഡിവൈഡ്. നമുക്ക് ഇതിനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇതുമായിട്ട് ഒന്ന് ചേർന്നിരിക്കും. അപ്പൊ ഇത്ര നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇവിടെ ഇതുപോലെ ഒരു ഫില്ലറ്റ് ഉണ്ട്. ഇതിങ്ങനെ ഒന്ന് ചേർന്നാണ് വന്നത്. ഇവിടെ ഒരു R20 ഒരു ഫില്ലറ്റ് ഉണ്ട്. ഇവിടെ R12 ഫില്ലറ്റ് ഉണ്ട്. അത് നമുക്ക് ഫില്ലറ്റ് ഒക്കെ അതിന്റെ അവസാനം നമുക്ക് വരയ്ക്കാം. ഇനിയിപ്പം ഇവിടുന്ന് ഇതിലേക്കൊരു 20 ഇതിലേക്ക് ഒരു ഓഫ്സെറ്റ് ആണ്. അപ്പൊ ഈ ഡയമീറ്റർ 180 എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. തോന്നുന്നു അതിന്റെ ഒറിജിൻ മിഡ് പോയിന്റിൽ നിന്നാണോ നമുക്ക് ജസ്റ്റ് വരച്ച് നോക്കും. ഈ അല്ലെങ്കിൽ 3 ആർക്ക് എടുത്തിട്ട് ഇതിന്റെ ക്വാഡ്രന്റിൽ നിന്ന് ഇവിടെ ഒരു 180 ആർക്ക് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കോളും. പറഞ്ഞോ, ഇതിന്റെ ഫുള്ളിലേക്ക് എന്താണ് പറയടാ, കേട്ടില്ല. R180 180 റേഡിയസ്. ഇതല്ലേ അത് ഈ ആർക്കിന്റെ സെന്ററിൽ നിന്ന് ഈ ആർക്കിന്റെ ഇതിന്റെ ഒറിജിൻ. ഇവിടെ അത് ഡ്രോയിങ് എത്ര ഇതാകാത്തോണ്ടാണ്. ഇതേ ചില ഡയമെൻഷൻ ഒന്നും അത്ര ഇതല്ല. അപ്പൊ നമുക്കിതൊരു അസ്യൂം ചെയ്യാൻ പറ്റേ. ഇപ്പൊ 20 തന്നെ ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കും. മനസ്സിലായി? ഇത് വേണമെങ്കിൽ ചിലപ്പോൾ ഇത് 18 ഇതിനെ തന്നെ നമുക്ക് നിർത്താം. ഈ സെന്ററും അത് തന്നെയാണ് 18 തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നീ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇവിടെ നമുക്ക് 20 തന്നെ ഉണ്ട്. ഇതുമായിട്ട് ട്രിം ആവും. ഇതാണ് ഓൾറെഡി 18 അതിനകത്ത്. മനസ്സിലായി? പറഞ്ഞ 18. ഈ ലൈനാണ് 18. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇതിലേക്ക് ട്രിം കൊടുക്കാം. അവിടെ അതിന്റെ പോയിന്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അതങ്ങനെ ഒരു അസ്യൂം ചെയ്ത് വരച്ചത്. ഓക്കെ, മനസ്സിലായില്ലേ? അതാ ഡ്രോയിങ്ങിനകത്ത് ഫുൾ ഡയമെൻഷൻസ് ഇല്ല, കുറെ ഡയമെൻഷൻസ് മിസ്സിംഗ് ആണ്. ഈ 180 ആർക്കിന്റെ സെന്റർ ഒന്നും നമുക്ക് എവിടുന്നാണ് അത് സ്പെസിഫൈ പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്കൊരു ഏകദേശം നമ്മുടെ ഈ ഓപ്ഷൻസ് എടുത്ത് വരയ്ക്കുന്നത് ഒന്ന് ഫെമിലിയർ ആക്കാവുന്ന കൺസെപ്റ്റിലാണ് അത് വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം അത് വരച്ചതിന് ശേഷം ഇതിപ്പോ 20 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ തന്നെ ഡിസ്റ്റൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളൊരു അസ്യൂം ചെയ്തിരിക്കുന്നത് ഇത് 20 ഇങ്ങനെ ആയിരിക്കും എന്നൊരു കൺസെപ്റ്റിലാണ് അത് വരച്ചത്. ഓക്കെ, ഇവിടുന്ന് 20 തന്നെ ആയിരിക്കും അത് കൊടുത്തിരിക്കുന്നത് നമ്മൾ അനുമാനിക്കുകയാണ്. R20 തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇത് നമ്മളിത്ര വരച്ച് ഇനി നമുക്ക് ഈ ഒരു സർക്കിളിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ അപ്പുറത്തേക്ക് പോകും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ ഒരു സാധനം കൂടി വരയ്ക്കാം. ഇതിന് 8 mm അതിന്റെ ലെഗ് പറഞ്ഞിരിക്കുന്നത്. സർക്കിൾ ഡയമീറ്റർ 46 ആണ്. 46, ഔട്ടർ ഡയമീറ്റർ 80. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ സർക്കിൾ വേണം വരയ്ക്കുക. ആദ്യം ഔട്ടർ ഡയമീറ്റർ 80, ഇന്നർ ഡയമീറ്റർ 46, ഇതിന് വഴി 46, ഇത് 80. അപ്പൊ ഇവിടുന്ന് ഇതിന്റെ 8 ഇതിന്റെ സൈസ്. നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ സർക്കിൾ വരച്ചു കൊടുക്കാം.
ഇവിടെയാണ് നമുക്ക് ഈ ലൈൻ നമുക്ക് എല്ലാം റെഡ് മാറ്റിയിട്ട് ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ വരയ്ക്കുന്ന ലൈൻസ് എല്ലാം നമ്മൾ ഗ്രീൻ കളർ ആയിരിക്കും. ഇവിടെ ഈ ഒരു ഓപ്ഷൻ അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വരച്ചു വരുമ്പോഴാണ് നമ്മൾ ഇത്ര കുറെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കളർ മാറ്റുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് നമുക്ക് സെലക്ഷൻ ചെയ്തിട്ട് വേണേൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഇവിടെ വരയ്ക്കുന്നില്ല ഗ്രീൻ ലൈനിലേക്ക്. ഓക്കെ, ഇവിടെ തന്നെ ഓഫ്സെറ്റ് പറയുന്നത് 8 mm. ഓക്കെ, ഇത് സെൻട്രൽ ലൈനിൽ നിന്ന് 8 mm ആണ് നമ്മുടെ ഓഫ്സെറ്റ്. നമ്മൾ മുമ്പത്തെ പറയുന്ന ലൈൻ പാരല് ആണ്. ഇതിപ്പോ ഈ ഒരു ഓപ്ഷൻ കണ്ടാ നമുക്ക് രണ്ട് സൈഡിലേക്കും വേണം 8 അല്ലേ. അപ്പൊ ബോത്ത് സൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാല് ബോത്ത് സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും അത് ഈക്വൽ ആയിട്ട് മൂവ് ആകും. ഇനി നമുക്ക് ഇതിങ്ങനെ ഒരു ലെഗ് അവിടെ വേണം. ഇവിടെ ഒരു ചെറിയൊരു ആർക്ക് റേഡിയസ് ആണ് കിടക്കുന്നത്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്, പക്ഷെ അതൊരു ആർക്ക് റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഈ ഡിവൈഡ് ചെയ്ത് ഇതിന് നമുക്ക് ട്രിം ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഇതിന് ട്രിം ചെയ്ത് കളയുക. ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ഇവിടെ കണ്ടോ. ഓക്കെ, ഇതിന് നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ലൈൻസ് ആണ്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എത്ര 1 2 3 4 5 6 45 ഇതിന്റെ ഇത്ര ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യണം. 60 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേഷൻ ആയിരിക്കും. 1 2 3 4 5 6 7 പ്രാവശ്യം നമുക്കതിന് ഇതിന് വേണം. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാത്തൊരു ഓപ്ഷനാണ്, എന്നാലും അതൊന്ന് ജസ്റ്റ് കണ്ടോളൂ. അപ്പൊ നമുക്ക് ഈ സാധനത്തിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരയ്ക്കുന്നതിന് വരെ നമുക്ക് ഈ ഒരു സാധനം വരച്ചതിന് ശേഷം ഇതിന് നമുക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് നമുക്ക് അതിനകത്ത് ഇതിലേക്ക് കൊണ്ടുപോകാം. അപ്പം അങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ട്രാൻസ്ഫോം റൊട്ടേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതിന് സെലക്ഷൻ ചെയ്ത് കൊടുക്കുക, എന്ത് സെലക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ റൊട്ടേഷന്റെ ഒറിജിൻ ഇതാണ്. അപ്പൊ നമുക്ക് പറയാണ് എത്ര ഡിഗ്രി ആണ് നമുക്ക് റൊട്ടേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആംഗിൾ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 360 എന്ന് ടൈപ്പ് ചെയ്യുക. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, 7. ഓക്കെ, അങ്ങനെ എത്ര എണ്ണാണ് ഇത് 6 എണ്ണാണ് റൊട്ടേഷൻ ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത മനസ്സിലാക്കാം എങ്ങനെയാണ് എന്നൊരു കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ഐറ്റാണ് ഉണ്ടോ, ഈ ഒരു ഐറ്റാണ് നമ്മൾ ഈ ഒരു ലെഗ് മാത്രം വരച്ച്. ഇനി ബാക്കിയുള്ള ലെഗുകൾ നമുക്ക് ഇങ്ങനെ ഓരോന്നിരുന്ന് വരയ്ക്കാൻ പാടല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ലെഗ് വരച്ചിട്ട് ഈ ഒരു ലെഗിന് മാത്രം ഇതിന് സെന്റർ ബേസ് ചെയ്തിട്ട് ഇതിന് ഇത്ര ഡിഗ്രിയിലേക്ക് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് 7 ലെഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ഫോമിനകത്ത് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കുറേയേറെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഓരോ ഓപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അതുകൂടി കണ്ടക്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇനി അങ്ങനെ ആയിരിക്കും നമ്മൾ ഓരോ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് ഓരോരോ ഇത് നമുക്ക് കണ്ടുപോകാം. ഓക്കെ, ഇതിപ്പം ഇതിനെ നേരെ റൊട്ടേഷൻ ചെയ്യുക. ഇതിന് നമുക്ക് ഈ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് ഇതിനെ പല രീതിയിൽ ചെയിൻ ഒരു പിടിച്ച് വേണം നമുക്ക് ഓപ്ഷൻ ചെയ്യാം. ഇവിടെ ഒരു റിബൺ പോലെ നമുക്ക് ചെയ്യും. ഓക്കെ, ഇത്ര വേണം. അപ്പോൾ ഒരെണ്ണം പിടിക്കുന്നതിന് അത് ചെയിനായിട്ടുള്ള സാധനം പിടിച്ച് എന്റെ സെലക്ഷൻ നമ്മൾ മുമ്പ് കൊടുത്തിരിക്കുന്ന പോലെ. ഇതിപ്പോ നമ്മളൊരു 5 എണ്ണം ആയിരുന്നെങ്കിൽ ഇവിടെ നമ്പർ ആംഗിൾ നമുക്കൊരു 45 ഡിഗ്രിയിലാണ് ഇത് വേണ്ടെങ്കിൽ ഇത് 45 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 2 എണ്ണം മതിയെങ്കിൽ 2 എണ്ണം വരും കേട്ടോ. 90 ഡിഗ്രി ആണ് വേണ്ടെങ്കിൽ 90 ഡിഗ്രി 2 എണ്ണം മതിയെങ്കിൽ 2 എണ്ണം വരും. അപ്പൊ നമ്മൾ എത്ര ഡിഗ്രി നമ്മൾ കൊടുക്കുന്നതും അത് ഈ 7 എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് അല്ല. അപ്പൊ നമ്മൾ അതിനെ 360 എന്ന് പറഞ്ഞാൽ ഫുൾ റൊട്ടേഷൻ, അതിന് ഹാഫ് എടുക്കുക. എത്ര എണ്ണാണ് നമുക്ക് വേണ്ടത്? 7. ഓക്കെ, 54. അത് എത്ര ഡിഗ്രി വെച്ച് വരും? അത് നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത്? 6 എണ്ണം വരണം. ഓക്കെ, അതങ്ങനെ ആണത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി റൊട്ടേഷൻ ചെയ്തതിനു ശേഷം നമ്മുടെ ഈ സർക്കിൾസ് ഒക്കെ അതിനകത്ത് ഇല്ലാത്തൊരൈറ്റ. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ വെച്ച് ആ ഡിവൈഡ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് കളയാം. നമ്മൾ ആ സാധനം വരച്ചതിന് നമുക്ക് ക്ലിയർ കളർ കൊടുത്തു കഴിഞ്ഞാല്
മനസ്സിലായോ? ആ സാധനം നമ്മൾ പട അത് വരച്ച് ഇനി അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ആർക്കും പിന്നെ ഈ ഉള്ളിലുള്ള ഒരു ആർക്കുമാണ് നമുക്കിന് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 180 ആണ് അതിന്റെ റേഡിയസ് പറയണത്. പോയിന്റ് എവിടെയാണെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയാണ് ഡ്രോയിങ്ങിൽ ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ഈ 180 ഡിഗ്രിയുടെ പോയിന്റുകൾ 180 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ മിഡ് പോയിന്റ് ബേസ് ചെയ്തിട്ടാണോ അപ്രോക്സിമേറ്റ് ആ ഒരു റേഡിയസോടെ വരയ്ക്കുവാണ് നമുക്കത് ഇതാക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു 180 ഡിഗ്രിയുടെ ഒരു റേഡിയസ് വരച്ചിട്ടുണ്ട്. ആ പോയിന്റ് നമുക്ക് അറിയാൻ പറ്റാത്തത്. ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ആവശ്യത്തെ നമ്മൾ ആ സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് പോയിന്റ് എടുത്തിട്ട് ഇത് വരാം. അപ്പൊ അവിടുന്ന് 20 അതിന്റെ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് വേണ്ടത്. 20 കോപ്പിയാണ്. പിന്നെ അടുത്ത വേണ്ടത് 20 ഇങ്ങോട്ടൊന്ന് മുട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു എന്തോ ചെറിയൊരു ഇതുണ്ട്, ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 1 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് തമ്മിൽ ആദ്യം ഒന്ന് ഫില്ലറ്റ് കൊടുക്കാം. അത് നമുക്ക് ആ സർക്കിളിനെ ക്ലോസ് സർക്കിൾ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ R10 ആണ്, R12 ആണ്. അപ്പൊ വയർ ഫ്രെയിം ഫില്ലറ്റ് ഇവിടെ R12. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ എന്തെങ്കിലും മുറിഞ്ഞു പോയില്ലേ? നമ്മൾ ഇന്നലെ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് സ്കെച്ചിൽ. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ഫുൾ ഓപ്ഷൻ പറഞ്ഞത് ക്ലോസ് ആർക്ക് ക്ലോസ് ചെയ്യും. ഓക്കെ, അതായത് ഈ സർക്കിൾ
ക്ലോസ് ആർക്ക് എടുക്കുക, ഈ സിംഗിൾ സർക്കിൾ. ഓക്കെ, കണ്ടോ? പിന്നെ നമ്മൾ ആ പഠിച്ചതിൻ്റെ ഒരു ഓപ്ഷൻ്റെ യൂസേജ് വന്നാൽ ഇവിടെ ഇടാം. അപ്പം ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ ഒന്നുകൂടി കൊടുക്കേണ്ട ഒരു ഫില്ലറ്റ് R5, ഫില്ലറ്റ് R5, പിന്നെ ഇവിടെ എത്രയാണ് R14, R8, അവിടെ R5 ആണ് അടുത്ത റേഡിയസ്, R5, R14, ഫില്ലറ്റ് ഇവിടെ റേഡിയസ് 5, രണ്ട് ഏതൊക്കെ തമ്മിലാണ് വേണ്ടത്. എന്നിട്ട് അടുത്തതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പ്ലസ് ഇത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് എടുക്കാം. ഉള്ളിൽ 14 പ്ലസ് ഇവിടെ എത്ര വെച്ചാൽ R8, R8 ഇവിടെ നമ്മുടെ R5, ഇവിടെ ആഡ് കൊടുക്കണം. R5, R12 ഇപ്പൊ ഇതെല്ലാം ഫുൾ റെഡീസ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും മുമ്പ് ചെയ്ത പോലെ തന്നെ ക്ലോസ് ആർക്ക് ഇൻസേർഷൻ, ഇവിടെയും ഇവിടെയൊക്കെ ക്ലോസ് ആർക്ക് ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി ആർക്ക് ക്ലോസ് ആർക്ക്. ഇവിടെ നമ്മൾ മുമ്പ് വരച്ചിട്ടാണ്. അപ്പോൾ അതിനൊരു ഫില്ലറ്റ് കൊടുക്കണം. ഇത് നമ്മൾ R12, R20, R12 ഇവിടെ പ്ലസ് ഒരേ ഫില്ലറ്റ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇവിടെ R20, ഇവിടെ ക്ലോസ് ആകുന്നുണ്ട്. ഈ ആർക്ക് ക്ലോസ് ആയിട്ടില്ല. ക്ലോസ് ആകും. അപ്പോൾ ഇന്നലെ നമ്മൾ ആ ചെയ്ത ഒരു ഡയമെൻഷൻ പ്രകാരമുള്ള ഒരു നമ്മൾ ഇതാണ് ഇവിടെ ഇന്നിപ്പം ചെയ്ത് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് ബോൾട്ട് സർക്കിള്, ഒരു സർക്കിൾ അങ്ങനെ ബോൾട്ട് സർക്കിൾ എടുത്തിരുന്നത്. കളർ ചേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇതിലൂടെ ചെയിൻ സെലക്ഷൻ ചെയ്തിട്ട് ആ ചെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കളർസുകളും നമുക്ക് ഒരേ കളറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ചെയിനായിട്ട് നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സെൻട്രൽ ഇതിലൂടെ 16 കൂടി ആഡ് ചെയ്തതായിട്ട് സർക്കിൾ ഈ ആർക്കിന്റെ സെന്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് ആർക്ക് സെന്റർ അതായത് 16.
ഇന്നലെ നമ്മൾ ആ പഠിച്ച ഒരു ഓപ്ഷൻസ് വെച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് സ്കെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരുന്നത് ബോൾട്ട് സർക്കിൾ, ഇത് സെൻറ്റർ ചെയ്തിട്ട് ഈ 4 കോള് ബോൾട്ട് സർക്കിൾ ചെയ്തു. പിന്നെ ലൈൻ പാരല്, അതായത് ലൈനുകൾ നമ്മൾ പാരല് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫില്ലറ്റ് ഓപ്ഷൻ ചെയ്തു, ഇതിനകത്ത് ഡിവൈഡ് ചെയ്തു, ക്ലോസ് ആർക്ക് ചെയ്തു, ഓക്കെ, പോയിന്റ് ഓപ്ഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച ആ ഒരു ഓപ്ഷൻസ് ഏകദേശം വന്നിരിക്കുന്ന ടൈപ്പിലുള്ളൊരു ഡ്രോയിങ് ആണിത്. അപ്പോൾ ഞാൻ വരച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കും തോന്നിയിട്ടുണ്ടോ എങ്ങനെയാണ് വരയ്ക്കുന്ന ഇത്? ഹലോ, കേൾക്കാമോ? കേൾക്കാലോ. അപ്പൊ ഞാൻ ഈ വരച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ആ ഡ്രോയിങ്ങിനകത്ത് കുറച്ച് ഡയമെൻഷൻ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ആർക്കിന്റെ റേഡിയസ് നമുക്കിവിടെ കറക്റ്റ് ഫില്ലറ്റ് ചെയ്ത് കറക്റ്റ് കയറി കൊണ്ടുപോകാം. ഇത് കറക്റ്റ് എക്സാക്ട് കിട്ടാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഈ ആർക്കിന്റെ എക്സ് പോയിന്റ് അറിയാൻ പറ്റുന്നുണ്ട് ആ ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു വാല്യൂ ഉണ്ടായിരുന്ന ഇവിടെ വാല്യൂ ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇവിടെ ഒരു നമുക്ക് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് R180 ആണ് അതിന്റെ റേഡിയസ് പറയുന്നത്. ഓക്കെ, 180 റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് 180 × 2, ഓക്കെ, 360 ഡയറാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാല് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇല്ലല്ലോ, 360 എന്നുള്ള ഡയമീറ്ററിൽ സർക്കിളാണ് വരച്ചത്. ഓക്കെ, ഇതിന് രണ്ടും ടാൻജന്റ് പോലെ വെച്ച്. ഓക്കെ, അപ്പം ഇങ്ങനെയാണെന്ന് ഇതിന്റെ എക്സാക്ട് പോയിന്റ് എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡ്രോയിങ്ങിൽ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് തരുമല്ലേ? ഡ്രോയിങ്ങില് ഈ ഒരു ആർക്കിന്റെ എന്തൊക്കെ പഠിച്ചാലാണ് ഓൺലൈൻ ക്ലാസ്. ഞാൻ ശ്രീങ്ങക്കോട് ഇതൊക്കെയാ പിന്നെ കേൾക്കാൻ ഈ സർക്കിൾ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത് എക്സാക്ട്ലി ഈ ഡ്രോയിങ്ങിൽ ഈ ആർക്കിന്റെ പോയിന്റ് ഇവിടെ തരും നമുക്ക്. 58/99 എന്നുള്ള ഒരു ആർക്കിന്റെ പോയിന്റ് തരും. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പൊസിഷൻ പറഞ്ഞിട്ട് ഈ പൊസിഷനിൽ നിന്നാണ് ഇതിന്റെ ആർക്ക് റേഡിയസ് എന്ന് പറഞ്ഞ ഒരു ഇത് തരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇപ്പൊ 58/99 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 58/99 കിട്ടും. അപ്പൊ നമ്മൾ മുമ്പത്തെ പോലെയാണ് നമുക്ക് പോയിന്റ് നമ്മൾ ആദ്യം ഈ ഹോൾ വരച്ചില്ലേ, അതുപോലെ x - 58 ഈ പോയിന്റ് അല്ലേ, y - 99 ഒരു പോയിന്റ് കിട്ടി. അവിടെ നമ്മുടെ സർക്കിൾ എത്രയാണ്? R180 360 സർക്കിൾ വരിക 360 കണ്ടോ. അപ്പൊ ഈ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളും ഇതും തമ്മിലാണ് ഇതിന്റെ വ്യത്യാസം കണ്ടോ. ആ പോയിന്റ് എക്സാക്ട് അല്ലാത്തതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സർക്കിള് നമുക്ക് ഒരേ പോയിന്റിലാണെങ്കിൽ നമ്മളിവിടെ നമ്മുടെ ഓപ്ഷൻ കൊടുത്താൽ മതി, ഡിവൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ഈ സർക്കിളിന് നമുക്ക് ട്രിം ചെയ്ത് കളയാം ഈ ലൈനുമായിട്ട്. മനസ്സിലായാ പറഞ്ഞ? ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ സർക്കിളെ മുട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റാത്തത്. നമ്മൾ എക്സാക്ട്ലി കറക്റ്റ് ഈ പോയിന്റ് അറിയാമെങ്കിൽ ഈ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിൾ തമ്മിൽ ജോയിന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിപ്പോ ജോയിന്റ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ജോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ശകലം താത്തി വെച്ച്, ഒരു 0.5 താത്തി വെച്ച്. അപ്പൊ സർക്കിള് നമ്മളിപ്പോ വരച്ച സർക്കിള് ഇതിനകത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മള് ഓക്കെ നമ്മളിപ്പോ വരച്ച സർക്കിളാണ് ഈ കാണുന്നത്. വരച്ചാണ് അത് ഞാൻ കളയുക. നമ്മളിപ്പോ ഇങ്ങനെ നമുക്ക് ഈ പോയിന്റ് അറിയാമെങ്കിൽ ഈ പോയിന്റ് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരച്ച്, ഇത് ഓൾറെഡി നമ്മൾ ആദ്യം വരച്ചു വെച്ചിരിക്കുന്നതാണല്ലോ. ഓക്കെ, അത് നമ്മൾ അതിനെടുത്തിട്ട് ഒരു ഡിവൈഡ് കൊടുത്താൽ മതി. ഉണ്ടോ, ആ സർക്കിൾ അവിടുന്ന് ഇത് ടാൻജന്റ് ആയിക്കോളും. ഡിവൈഡ് കൊടുത്തിട്ട് ബാക്കി സാധനം നമ്മൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വരച്ച അതേ പോയിന്റിൽ നിന്നുള്ള 360 ഡിഗ്രി നമുക്ക് ആ സർക്കിൾ അവിടെ കറക്റ്റ് എക്സാക്ട്ലി കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഹലോ, അല്ല അപ്പൊ അത് അങ്ങനെ അത് നമുക്ക് ചെയ്യാം. അപ്പൊ
ഈ ഡ്രോയിങ് നമുക്ക് മാക്സിമം പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇത്ര സാധനങ്ങൾ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇന്ന് വരച്ച ആ ഒരു സ്കെച്ചിനകത്ത് നമ്മൾ ഇന്നലെ വരച്ച അതേ പോയിന്റുകൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിരിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ച് ബോർഡ് സർക്കിൾ ഉപയോഗിച്ച് ലൈൻസ് ഉപയോഗിച്ച് ലൈൻ പാരലൽ ഉപയോഗിച്ച് ഡിവൈഡർ ഉപയോഗിച്ച് ട്രിം 2 entities ഉപയോഗിച്ച് അതുപോലെ തന്നെ ക്ലോസ് ആർക്ക് ഉപയോഗിച്ച് ഫില്ലറ്റിന്റെ ഉപയോഗം ചെയ്തു. ഓക്കെ, അങ്ങനെ ഇതെല്ലാം നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എക്സ്ട്രാ പഠിച്ചൊരു ഓപ്ഷനാണ് ഈ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതിന് നമുക്ക് ഓപ്ഷൻ ചെയ്യണം. അതിനെടുക്കുന്ന ഉപയോഗം നമ്മൾ ട്രാൻസ്ഫോം എന്നുണ്ട്. ട്രാൻസ്ഫോം മാറ്റുക എന്നുള്ളത്. അത് നമുക്ക് ഡൈനാമിക് ഉണ്ട്, ട്രാൻസ്ലേറ്റ് പ്ലേ, റൊട്ടേറ്റ്, പ്രൊജക്ട്. അത് നമുക്ക് ഓരോ വർക്കിനനുസരിച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിന് ഉപയോഗം. ഈ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഐറ്റംസിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊരു റൊട്ടേഷന്റെ ഒരു വേറെ ഓപ്ഷൻ വെച്ചുതരാം. ഇപ്പൊ നമ്മളൊരു സർക്കിൾ വരച്ച് നമ്മൾ ഈ ബോർഡ് ഹോൾ സർക്കിൾ വരച്ചില്ലേ, സെയിം അതേ മെത്തേഡിന്റെ വേറൊരു ഓപ്ഷൻ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഈ ബോർഡ് ഹോൾ വരച്ചില്ലേ, അതുപോലെ തന്നെ ഒരു 20 ഹോൾ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഇതിന് നമുക്ക് ഒരു 90 ഡിഗ്രിയിൽ റൊട്ടേഷൻ ചെയ്യണം. എങ്ങനെ ചെയ്യും? അതിന് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ട്രാൻസ്ഫോം. അത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചത് റൊട്ടേറ്റ് ഉപയോഗിക്കുക, എൻഡ് സെലക്ഷൻ. ഇത് ഈ റൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് മാസ്റ്റർ ക്യാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒറിജിൻ പോയിന്റിലേക്കാണ് സെലക്ഷൻ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒറിജിൻ പോയിന്റ് സെലക്ഷൻ കൊണ്ടുപോയി ആ ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ആയി വരും. നമുക്ക് ആ ഒറിജിനെ ബേസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെന്ററിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മൾ റൊട്ടേഷന്റെ സെന്റർ പോയിന്റ് ചേഞ്ച് കൊടുക്കും. അപ്പൊ അതിന്റെ ഓപ്ഷൻ റൊട്ടേഷൻ സെന്റർ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് എടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെ അതിന്റെ സെന്റർ. അപ്പൊ നമ്മൾ ആർക്ക് സെന്റർ, ഈ ആർക്കിന്റെ സെന്റർ അല്ല, ആ ആർക്കിന്റെ സെന്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഡിഗ്രിയിലാണ്, നമുക്ക് 90 ഡിഗ്രിയിലാണ് വേണ്ടത്. 90 ഡിഗ്രി എത്ര ഹോള്, നമുക്കൊരു 4 ഹോള്. അപ്പം അങ്ങനെ നമുക്ക് ഹോളുകളുണ്ട്. ഡിഗ്രി അറിയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 360 ഡിവൈഡ് ബൈ എത്ര ഹോളാണോ അത്. 6 ഹോളാണെങ്കിൽ 6. അപ്പൊ ആ ഒരു നമ്പർ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റൊട്ടേഷൻ നമുക്ക് ചെയ്തെടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, എല്ലാം അത് നമുക്ക് ഇതിനകത്ത് നമുക്കൊരു മൂവ് ഓപ്ഷൻ ഉണ്ട്. മൂവ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ചത് അതിന് മൂവ് ചെയ്തിട്ട് റൊട്ടേഷൻ ചെയ്യും. 5 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ആദ്യത്തെ ഓർത്തി മാസ്റ്ററായിട്ട് വരച്ച സാധനം മൂവ് ആയി പോകും. അതെ, കോപ്പി കൊടുത്താൽ അതവിടെ നിൽക്കും. അതിനെ കോപ്പി ചെയ്തിട്ട് 5 എണ്ണം റൊട്ടേഷൻ. ഓക്കെ, അത് തന്നെ ആംഗിൾ ബിറ്റ്വീൻ പോയിന്റ് ഉണ്ട്, നമുക്ക് റൊട്ടേഷൻ ട്രാൻസ്ലേറ്റ് ഉണ്ട്, റിമൂവ് ഉണ്ട്. ഇത് നമുക്ക് ചില കേസിൽ ഡിഫൈൻ, നമ്മളിപ്പോ ഡിഫൈൻ ചെയ്ത സൈഡിലാണ്. നമുക്ക് തിരിച്ചിപ്പോ നമുക്ക് ഒരു 2 ഹോളേ ഉണ്ടായിരുന്നു, ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ട തിരിച്ചാണ് വരുന്നത്. അപ്പോഴാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് കൊടുക്കും. ഓപ്പോസിറ്റ് നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്യും. ഇനി വേണ്ട, ഇങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം, ഫുൾ റൊട്ടേഷൻ വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോത്ത് 2 സൈഡിലേക്ക്. ഓക്കെ, അതാണ് ഈ ഡയറക്ഷന്റെ അതുകൊണ്ട് ഈ ട്രാൻസ്ഫർ റൊട്ടേഷന്റെ തന്നെ അത് നമുക്ക് മെയിൻ ആയിട്ടുള്ള അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിന് ബേസ് ചെയ്തിട്ടാണോ നമുക്ക് റൊട്ടേഷൻ ചെയ്യേണ്ടത്. അതിന് നമുക്കൊരു സർക്കിളിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ലൈന് നമുക്ക് റൊട്ടേഷൻ ചെയ്യണം. സെയിം അതേ മെത്തേഡിൽ ട്രാൻസ്ഫോം റൊട്ടേറ്റ് ലൈൻ. അതെ, അപ്പോഴും മാസ്റ്റർ ക്യാം അതിന്റെ നേരെ പോയിട്ട് അതിന്റെ ഒറിജിനിൽ നിന്നാണ്, അതായത് നമ്മൾ വരച്ച ഒറിജിനിൽ നിന്നാണ് പോകുന്നത്. നമുക്ക് ഇവിടെ എപ്പോഴും നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു മൈൻഡ് ഉണ്ടാകും ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റൊട്ടേഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റൊട്ടേഷൻ സെലക്ഷൻ കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഇവിടെ കർസർ ചെയ്യാൻ കൊണ്ട് വെച്ചാൽ വരില്ല. അപ്പൊ നമ്മൾ നമ്മുടെ റിബണിൽ പോയിട്ട് ആർക്ക് സെന്റർ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യണം. എത്ര ഡിഗ്രിയാണ്, ഇപ്പൊ 90 ആണെങ്കിൽ എത്ര എണ്ണം വേണം, ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം മതി. ലൈൻ നീളം കിടക്കൊണ്ടാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പൊ അത് അങ്ങനെ ഇതിലേക്ക് റൊട്ടേഷൻ ചെയ്യുന്നത്. അതാണ് ട്രാൻസ്ഫോം റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് നമുക്ക് നമ്മളിനി വേറെ ഇതിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിന് മാത്രം റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന സോൾഡിന് റൊട്ടേഷൻ ചെയ്യാം, ഉണ്ടാക്കുന്ന
എന്തെങ്കിലും സർഫസുകളുണ്ട് അതിന് നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ മോഡൽ പ്രകാരം എന്തിനേയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെന്റർ പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ട്രാൻസ്ഫോം റൊട്ടേറ്റ്. പ്രോഗ്രാമർ. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ 2-3 ഓപ്ഷൻ ഉണ്ട്. പ്രൊജക്ട്, മൂവ് ടു ഒബ്ജക്ട്, മിറർ, അങ്ങനെ അത് നമുക്ക് ഓരോ ഇത് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഈ സംഭവം മനസ്സിലായല്ലോ, നമ്മൾ ഇന്ന് ചെയ്ത ഒരു ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഈ ഡ്രോയിങ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇത് സാധനം ഒന്ന് വരച്ച് നോക്കണം. എന്തായാലും ഈ ഡ്രോയിങ് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇട്ടേക്കാം. നിങ്ങളെല്ലാം ജസ്റ്റ് ഇതൊന്ന് വരച്ച് നോക്കിയാൽ നമുക്ക് ഈ സാധനം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി വരും. എവിടെയെങ്കിലും ഡയമെൻഷൻസ് ഡയമെൻഷൻ അല്ല, നമ്മൾ സാധനം ചെയ്തിട്ട് നമുക്ക് മിസ്സിങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ. പിന്നെ എപ്പോഴും നമ്മളൊരു മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, ഒരേ സ്വഭാവമുള്ള പലതരം ഓപ്ഷൻസും ഉണ്ടാവും. ഈ ഓഫ്സെറ്റ് എന്നുള്ളൊരു സമാന സ്വഭാവമാണ് ലൈൻ പാരലൽ. ഓക്കെ, അപ്പം നമ്മൾ വരച്ചു വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ കമാൻഡ് ഏതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത്. ഒരേ സ്വഭാവമായിരിക്കും, പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മുടെ ബുദ്ധിയാണ്. നമ്മൾ ഏത് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമാവും. ഇപ്പം ലൈൻ പാരലൽ എടുക്കാനുള്ള സമയത്ത് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലൈൻ, ഓക്കെ, ഈ ലൈൻ പാരലൽ എടുക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. സൈഡ് കൊടുത്തിട്ട് ഈ സൈഡ് പറയണം, ഡിസ്റ്റൻസ് കൊടുക്കണം, അങ്ങനെയെല്ലാം ചെയ്യണം. ഡ്രാഗ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. മറിച്ച് ഓഫ്സെറ്റ് എന്നൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഡ്രാഗ് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. നമുക്കിങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ, ഇവിടെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഓഫ്സെറ്റ് എന്ന് കൊടുത്തിട്ട് ഇതിന് നമുക്കൊരു 10 പ്രാവശ്യത്തേക്ക് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് എന്ന് കൊടുത്തിട്ട് ഓഫ്സെറ്റ് ഇതിപ്പോ 10 നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു 5 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 5 എണ്ണം ഓഫ്സെറ്റ് ആയിട്ട് വരും. അതിൽ 10 എണ്ണം കൊടുത്താൽ 10 എണ്ണം ഓഫ്സെറ്റ് ആയിട്ട് വരും. ലൈൻ പാരലൽ കൊടുത്തിട്ട് നമ്മൾ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്താൽ ഒരെണ്ണേ വരുള്ളൂ. പിന്നെ വേണമെന്നുള്ള വീണ്ടും നമ്മൾ ലൈൻ പാരലൽ എടുത്തിട്ട് വീണ്ടും നമുക്ക് ഇങ്ങനെ കൊടുക്കണം. അപ്പൊ ഇതിന് വേണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ചെയ്യാം. ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിടാം. ലോക്ക് ചെയ്ത് വെച്ചാൽ ഡയമെൻഷൻ മാറൂല. നമുക്ക് ലൈൻ പാരലൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ വരും. പിന്നെ ഡിഫാൾട്ട് ആയിട്ട് നമ്മൾ എപ്പോൾ ചെയ്താലും ഈ 50 തന്നെ ആയിരിക്കും. ഈ ലോക്കിംഗ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫാൾട്ട് ആയിട്ട് 50 തന്നെ ആയിരിക്കും എപ്പോഴും വന്നിരിക്കും. അത് നമുക്ക് ഈ ഓഫ്സെറ്റിന്റെ മറ്റൊരു ഓപ്ഷനിലും അത് സെയിം ഉണ്ട് കേട്ടോ. ഈ ഒരു ഓഫ്സെറ്റ് പേജിൽ നമുക്കിങ്ങനെ ഡയമെൻഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ നമ്പർ പറഞ്ഞിട്ട് അതിന്റെ അതേ രീതിയിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നലെ പഠിച്ച ആ ഒരു സ്കെച്ചുകൾ വെച്ചിട്ട് ഉള്ള ഡ്രോയിങ് ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പൊ നാളെ ഇനി പുതിയ ബാക്കിയുള്ള ഇത് വെച്ചിട്ട് ഉള്ള കുറച്ച് സ്കെച്ചുകൾ കൂടി നമുക്ക് ഫെമിലൈസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിനുശേഷം അത് വെച്ചിട്ടുള്ള 1-2 സ്കെച്ചുകൾ കൂടി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് സ്കെച്ചുകളൊക്കെ നമുക്ക് സെറ്റ് ആവും. പക്ഷെ അപ്പൊ നിങ്ങൾ ഈ വാട്സപ്പിൽ വരുന്ന ഈ സാധനങ്ങൾ ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. എന്നാലേ നമുക്കത് ശരിക്കും അത് ഉപയോഗപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ആ ഗ്രൂപ്പിലേക്ക് ആ ഡ്രോയിങ് ഷെയർ ചെയ്യാം. ഓക്കെ, ആൽഫിന്റെ അടുത്ത് കയറിട്ട് എന്നിട്ട് പറഞ്ഞേ. അപ്പൊ ശരി, ഓക്കെ എന്നാ. അതാ ഹലോ, വിളിച്ച സീനാക്കോ? ആ ശരി, അപ്പൊ ഓക്കെ എന്നാ, കട്ട് ചെയ്തേട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ സംഭവം എല്ലാവരും സ്പീക്കറോടെ മൈക്കോണൊക്കെ നീ വീട്ടില? ഓക്കെ അല്ലേ? വീട്ടിലാണോ? അപ്പൊ ജസ്റ്റ് ഇത് ഗ്രൂപ്പിലേക്ക് ഏതായാലും ഡ്രോയിങ് ഇട്ടേക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. കിട്ടുന്നവരൊന്ന് വരച്ച് നോക്ക് കേട്ടോ. ഓക്കെ, ഓക്കെ, ഓക്കെ. ബൈ.